പതിവ് പ്രിവിലേജ് ഇ.പി. ജയരാജന് കിട്ടുമോ? ജാഗ്രത കുറവെന്ന് പറഞ്ഞ് മാറ്റുമോ എന്നതാണ് ചോദ്യം. നടപടി വേണ്ടതല്ലേ? നടപടി വേണ്ടതാണ്. നടപടി വേണമെന്നുള്ളത് പിണറായി വിജയന്റെയും CPM-ന്റെയും അനിവാര്യതയാണ്. നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തിങ്കളാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് ഇല്ല. യോഗത്തിലായിരിക്കില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ ഇന്നലെ നടത്തിയത് ഒരു തരത്തിലുള്ള ഒരു പരസ്യ ശാസന തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പാർട്ടിയിൽ നടക്കുന്ന ഒരു നടപടി. അപ്പോൾ നടപടിയിലേക്ക് പോകുമ്പോഴും പാർട്ടിയെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. കാരണം BJP പ്രഭാരിയുമായി ചർച്ച നടത്തി എന്നൊരു കുറ്റത്തിന് ഇ.പി. ജയരാജനെതിരെ നടപടിയെടുത്താൽ അതെല്ലാ കാലത്തേക്കും അവിടെ കിടക്കും. പാർട്ടി ഇനിയിപ്പോൾ അടുത്ത വർഷങ്ങളെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് ഇന്ന് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് താമരയ്ക്കാണ് ചെന്ന് വീഴുക എന്നുള്ളതാണ്. ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തിൻ്റെ നെറുകയിലാണ് ഇ.പി. വന്ന് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും നടപടിയെടുക്കുക? ഈ ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിന്മേലായിരിക്കും നടപടി ഉണ്ടാവുക. അല്ലാതെ BJP-യുമായുള്ള ചർച്ച അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തി എന്ന രൂപത്തിലായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദല്ലാൾ നന്ദകുമാറിന് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അതിലാണ് ഊന്നിയത്. പക്ഷേ അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നാം പ്രതി കൂട്ടുപ്രതിയെ തള്ളിപ്പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം ആ ചർച്ചയിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെയും സംസാരിച്ചല്ലോ. ഇന്നലെ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു എന്നാണ് നമ്മൾ പുറത്തേക്ക് അറിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് വന്നു, അതുപോലെ ലാവ്ലിൻ വന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പ്രശ്നപരിഹാരകനായിട്ടാണോ ഇ.പി. പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന സംശയം സ്വാഭാവികമായും അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ ഈ ഫെബ്രുവരി 9-ന് NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച ഒരു വിരുന്നിൽ ഊണ് കഴിക്കാൻ പോയതെടുത്ത് ഈ ഘട്ടം വരെയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം വരെയും പ്രേമേന്ദ്രന് അതിങ്ങനെ വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പോയത് ഭക്ഷണം കഴിക്കാനാണ്, എൻ്റെ കൂടെ മറ്റ് 5 MP-മാരുണ്ടായിരുന്നു, രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടി വന്ന ഒരു ഗതികേട് അപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ദിവസം രാവിലെ പാർട്ടി ആ രൂപത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നടപടി എടുക്കേണ്ടി വരും. അതുമാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ഈ അടുത്ത് കൂടി BJP പോയാൽ അവർ BJP-ക്കാരായി കഴിഞ്ഞു എന്ന രൂപത്തിലല്ലേ പറഞ്ഞില്ല. മുമ്പ് ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു 10-11 വർഷം മുൻപ് ആ സമയത്ത് അവിടെ നോളജ് സിറ്റിയെ കുറിച്ച് പഠിക്കാൻ പോയതിന് ഷിബു ബേബി ജോണിനെ BJP പട്ടം ചാർത്തി കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ആ രൂപത്തിൽ കോൺഗ്രസ് BJP-യുമായി എന്തെങ്കിലും സംസാരം നടത്തിയാൽ കോൺഗ്രസ് അങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കെ തന്നെ അങ്ങനെ ചെയ്യാത്തവരെയും ആ രൂപത്തിൽ വിമർശിക്കുന്ന അതിമൂർച്ചയുള്ള നാവാണ് ഇപ്പുറത്ത് CPM-നുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശോഭയുടെ ഭാഷയിൽ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവ്, അങ്ങനെയുള്ള നേതാവ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, സർവോപരി LDF കൺവീനർ. CPI എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ LDF കൺവീനർ എന്ന നിലയ്ക്ക് ഇ.പി. നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് കാനം പരാതിപ്പെടുകയും അത് പിന്നീട് പരിഹരിക്കാൻ പിണറായി വിജയൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് പിന്നീട് സജീവമായത്. അപ്പോഴൊക്കെ ഈ പിണക്കമാണ്. വേണ്ടത്ര ബഹുമാനം അല്ലെങ്കിൽ ബഹുമതി തനിക്ക് കിട്ടുന്നില്ല, വേണ്ടത്ര സ്ഥാനം കിട്ടുന്നില്ല എന്ന പിണക്കവും ഇതുമാണ്. അപ്പോൾ എപ്പോഴും സ്ഥാനമോഹിയാണ് അദ്ദേഹം. സ്ഥാനം വേണം, സ്ഥാനമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ പാർട്ടി നടപടിയെടുത്തേ പറ്റൂ, നടപടിയെടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ചർച്ചയിലൊന്നും ആരും വരാത്തത് അതിലൊരു CPM-ൻ്റെതായ ചിട്ടയുണ്ട്. അതിൽ ഔദ്യോഗികമായൊരു തീരുമാനം വരും വരെ ആരും പ്രതികരിക്കേണ്ടതില്ല. അത് ഒരു കർശനമായ തീരുമാനമായിട്ടാണ് വരിക. അപ്പോഴും അത് ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ട് എന്ന രൂപത്തിലായിരിക്കും വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ കാലത്തേക്കും ഒരു കറയായി നിൽക്കുകയും മറ്റേത് കാലം കൊണ്ട് മറയ്ക്കാം എന്ന് കരുതാം. അത് മാത്രമല്ല, ഗഡ്കരിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ വീട്ടിൽ. അത് പക്ഷേ മന്ത്രി എന്ന നിലയ്ക്ക് വന്ന ഘട്ടത്തിലായിരിക്കാം. സ്വകാര്യ സന്ദർശനത്തിനെത്തിയ സമയത്ത് അത് രഹസ്യമായിട്ടാണോ? അല്ലല്ല, പരസ്യമായിട്ടാണ്. അല്ല, പിണറായി വിജയനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ രൂപത്തിലൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇത് ഇടുക്കിയിലെ എസ് രാജേന്ദ്രൻ, അദ്ദേഹം അവിടെ പോയി ഇദ്ദേഹത്തെ തന്നെയാണ് കണ്ടിരിക്കുന്നത്, ജാവ്ദേക്കറിനെ തന്നെ കണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് വീടിന്റെ പാലുകാച്ചിലിന് വിളിക്കാൻ പോയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അനിയൻ BJP-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാവാണ്. എന്തുമായിക്കോളെ, ഇപ്പോഴും രാജേന്ദ്രനെതിരെ നടപടി എടുത്തിട്ടില്ല. രാജേന്ദ്രനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചുകൊണ്ടൊന്ന് മയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യമാണോ ഒന്നും അറിയില്ല. ഏതായാലും ജൂൺ 2nd വീക്ക് ആകുമ്പോഴേക്കും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ഏതൊക്കെയോ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുമെന്നും ചില പേരുകൾ അവർ ഉറപ്പിച്ചു കഴിഞ്ഞെന്നും ഡീൽ ആയി കഴിഞ്ഞു എന്നും കേൾക്കുന്നു. ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഇത് BJP അവകാശപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു ശ്രുതിയുണ്ട്.
നമുക്കറിയില്ല ജൂൺ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും ഏതൊക്കെ പേരുകൾ വരും, പ്രധാനപ്പെട്ട ഈ പറയുന്ന തലപ്പൊക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനവും വിധിയൊക്കെ വന്നു കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതുന്ന സ്ഥാനമോഹികളായ ആളുകൾ ആരൊക്കെ പോകുമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഇവിടെ നിൽക്കുന്നു. പാർട്ടി ദല്ലാൽ നന്ദകുമാറുമുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇപ്പിക്കെതിരെ നടപടിയെടുത്തേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് താഴേക്ക് നീക്കിയേക്കാം. അത് കഴിയുമ്പോഴേക്ക് ഇനി അടുത്ത പാർട്ടി സമ്മേളനം ആവുമ്പോഴേക്കും പതുക്കെ അങ്ങ് മാറുകയായിരിക്കും. 73 വയസ്സായി, ഇനിയൊരു സ്ഥാനവും കിട്ടാനില്ല. അങ്ങനെ അങ്ങ് പോകാനാണ് സാധ്യത. നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നടപടി ഉണ്ടാകും. ഓക്കെ. Meet the editors.